ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കിയവരാണ് നമ്മൾ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ഹാജിമാർ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട യാതൊന്നും അവന്റെ യാതൊരു സൃഷ്ടികൾക്കും നൽകാൻ പാടില്ല. അവന് യാതൊരു പങ്കാളിയുമില്ല. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ആ അല്ലാഹു ആണെങ്കിൽ ആ അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സകലതും സമർപ്പിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഏറ്റവും പ്രധാനമായും ഏറ്റവും പ്രഥമമായും സമൂഹത്തോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ് ഒന്നാമതായി കൈമാറാനുള്ളത്.